ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. CSI അസംഷൻ ചർച്ച് കാക്കനാട് സീനിയർ സ്റ്റാർസ് ഫെലോഷിപ്പ് നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് എന്ന പരമ്പര സഹവിശ്വാസികളായ നിങ്ങളേവരുടെയും പ്രാർത്ഥനയാലും സഹകരണത്താലും ആത്മീയ ഉണർവോടെ ഇന്ന് 150-ാം ദിവസം പിന്നിടുകയാണെന്ന സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2025 ജൂൺ മാസം 1-ാം തീയതി മുതൽ തുടക്കം കുറിച്ച ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് എന്ന പരമ്പര 150 ദിവസം പിന്നിടുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ 4 പുസ്തകങ്ങൾ വായിച്ചു തീരുവാൻ ഇനി 4 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 4-ാം പുസ്തകമായ സംഖ്യാപുസ്തകത്തെ ആധാരമാക്കി നടത്തുന്ന ബൈബിൾ ക്വിസ് 2025 നവംബർ മാസം 2-ാം തീയതി ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ആയതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2025 നവംബർ മാസം 1-ാം തീയതി മുതൽ ആവർത്തന പുസ്തകം വായന തുടങ്ങുന്നു. സീനിയർ സ്റ്റാർസ് അംഗങ്ങളായ ഏവർക്കും ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് എന്ന പരമ്പരയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാ സഹസഭാവിശ്വാസികളോടും സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. നമ്മെ ഇന്നയോളം വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ആമേൻ. സീനിയർ സ്റ്റാർസ് ഫെലോഷിപ്പ് സെക്രട്ടറി ജെയിംസ് NS. ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം സംഖ്യാപുസ്തകം 33-ാം അധ്യായം 1 മുതൽ 56 വരെയുള്ള വിശുദ്ധവാക്യങ്ങൾ വായിക്കുന്നത് കേൾപ്പീൻ. മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്തു നിന്നും പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങൾ ആവിത്. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതിവെച്ചു. താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ ആവിത്. 1-ാം മാസം 15-ാം തീയതി അവർ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രയീമ്യരും കാണുകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. ഇസ്രായേൽ മക്കൾ രമസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമിറങ്ങി. സുക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയുടെ അറ്റത്തുള്ള ഏഥാമിൽ പാളയമിറങ്ങി. ഏഥാമിൽ നിന്ന് പുറപ്പെട്ട് ബാൽ സെഫോനെതിരെയുള്ള പീഹ ഹീരോത്തിന് തിരിഞ്ഞു വന്നു. അവർ മിഗ്ദോലിന് കിഴക്ക് പാളയമിറങ്ങി. പീഹ ഹീരോത്തിന് കിഴക്ക് നിന്ന് പുറപ്പെട്ട് കടലിൻ്റെ നടുവിൽ കൂടി മരുഭൂമിയിൽ കടന്ന് ഏഥാം മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് മാറായിൽ പാളയമിറങ്ങി. മാറായിൽ നിന്ന് പുറപ്പെട്ട് ഏലീമിലെത്തി. ഏലീമിൽ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അവിടെ പാളയമിറങ്ങി. ഏലീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമിറങ്ങി. ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ദൊഫ്കയിൽ പാളയമിറങ്ങി. ദൊഫ്കയിൽ നിന്ന് പുറപ്പെട്ട് ആശൂരിൽ പാളയമിറങ്ങി. ആലൂശിൽ നിന്ന് പുറപ്പെട്ട് രഫീദീമിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ പാളയമിറങ്ങി. സീനായി മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കിബ്രോത്ത് ഹത്താവയിൽ പാളയമിറങ്ങി. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് പുറപ്പെട്ട് ഹസേരോത്തിൽ പാളയമിറങ്ങി. ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് റിത്മയിൽ പാളയമിറങ്ങി. റിത്മയിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൻ പേരേസിൽ പാളയമിറങ്ങി. റിമ്മോൻ പേരേസിൽ നിന്ന് പുറപ്പെട്ട് ലിബ്നയിൽ പാളയമിറങ്ങി. ലിബ്നയിൽ നിന്ന് പുറപ്പെട്ട് റിസയിൽ പാളയമിറങ്ങി. റിസയിൽ നിന്ന് പുറപ്പെട്ട് കെഹേലാഥയിൽ പാളയമിറങ്ങി. കെഹേലാഥയിൽ നിന്ന് പുറപ്പെട്ട് ഷാഫേർ മലയിൽ പാളയമിറങ്ങി. ഷാഫേർ മലയിൽ നിന്ന് പുറപ്പെട്ട് ഹരാദയിൽ പാളയമിറങ്ങി. ഹരാദയിൽ നിന്ന് പുറപ്പെട്ട് മഖ്ഹേലോത്തിൽ പാളയമിറങ്ങി. മഖ്ഹേലോത്തിൽ നിന്ന് പുറപ്പെട്ട് തഹത്തിൽ പാളയമിറങ്ങി. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് താരഹിൽ പാളയമിറങ്ങി.
താരഹിൽ നിന്ന് പുറപ്പെട്ട് മിത്കയിൽ പാളയമിറങ്ങി. മിത്കയിൽ നിന്ന് പുറപ്പെട്ട് ഹഷ്മോനയിൽ പാളയമിറങ്ങി. ഹഷ്മോനയിൽ നിന്ന് പുറപ്പെട്ട് മോസേരോത്തിൽ പാളയമിറങ്ങി. മോസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനയാക്കാനിൽ പാളയമിറങ്ങി. ബെനയാക്കാനിൽ നിന്ന് പുറപ്പെട്ട് ഹോർ ഹഗ്ഗിദ്ഗാദിൽ പാളയമിറങ്ങി. ഹോർ ഹഗ്ഗിദ്ഗാദിൽ നിന്ന് പുറപ്പെട്ട് യൊത്ബാദയിൽ പാളയമിറങ്ങി. യൊത്ബാദയിൽ നിന്ന് പുറപ്പെട്ട് അബ്രോനയിൽ പാളയമിറങ്ങി. അബ്രോനിൽ നിന്ന് പുറപ്പെട്ട് എസ്യോൻ ഗേബേരിൽ പാളയമിറങ്ങി. എസ്യോൻ ഗേബേരിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. അതാകുന്നു കാദേശ്. അവർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഏദോം ദേശത്തിൻ്റെ അതിരിങ്കൽ ഹോർ പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. പുരോഹിതനായ അഹരോൻ യഹോവയുടെ കൽപ്പന പ്രകാരം ഹോർ പർവ്വതത്തിൽ കയറി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പോന്നതിൻ്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി അവിടെ വെച്ച് മരിച്ചു. അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു. എന്നാൽ കനാൻ ദേശത്ത് തെക്ക് പാർത്തിരുന്ന കനാന്യനായ ആരാദ് രാജാവ് ഇസ്രായേൽ മക്കളുടെ വരവിനെക്കുറിച്ച് കേട്ടു. ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് അവർ പുറപ്പെട്ട് സൽമോനയിൽ പാളയമിറങ്ങി. സൽമോനയിൽ നിന്ന് പുറപ്പെട്ട് പൂനോനിൽ പാളയമിറങ്ങി. പൂനോനിൽ നിന്ന് പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് പുറപ്പെട്ട് മോവാബിൻ്റെ അതിരെങ്കിൽ ഇയ്യേ അബാരീമിൽ പാളയമിറങ്ങി. ഈമിൽ നിന്ന് പുറപ്പെട്ട് ദീബോൻ ഗാദിൽ പാളയമിറങ്ങി. ദീബോൻ ഗാദിൽ നിന്ന് പുറപ്പെട്ട് അൽമോദി ബ്ലാഥായിമിൽ പാളയമിറങ്ങി. അൽമോദി ബ്ലാഥായിമിൽ നിന്ന് പുറപ്പെട്ട് നെബോവിന് കിഴക്ക് അബാരീം പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. അബാരീം പർവ്വതത്തിങ്കൽ നിന്ന് പുറപ്പെട്ട് എരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ ബെത്ഷെയീമോത്ത് മുതൽ ആബേൽ ശിത്തീം വരെ പാളയമിറങ്ങി. എരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളി ചെയ്തത്: നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്നത് എന്തെന്നാൽ, നിങ്ങൾ യോർദാൻ അക്കരെ കനാൻ ദേശത്ത് കടന്ന ശേഷം ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ച് കളയണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കുടിപാർക്കണം. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കുടുംബം കുടുംബമായി ദേശം ചീട്ടിട്ട് അവകാശമാക്കണം. ആളേറെയുള്ളവർക്ക് ഏറെയും കുറേയുള്ളവർക്ക് കുറേയും അവകാശം കൊടുക്കണം. അവനവന് ചീട്ട് എവിടെ വീഴുന്നുവോ അവിടെ അവൻ്റെ അവകാശമായിരിക്കണം. പിതൃഗോത്രമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. അത്രയുമല്ല, ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോടും ചെയ്യും. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദഭാഗം വായിച്ചു തീരുന്നു.